സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ലോകത്ത് സമഗ്രമായി പഠിപ്പിച്ച അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട അബ്ദുൽ ഖാഹിറിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഫർഖു ബൈനൽ ഫിർഖ് പോലുള്ള കിതാബുകളിൽ പറഞ്ഞില്ലേ, പിഴച്ചുപോയ പുത്തൻവാദികളിൽ റാഫിളത്ത് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. റാഫിളത്ത് അവരാരാ? അവർ റസൂലുള്ള ചെയ്യാത്ത ഒരു നല്ല കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റൂലെന്ന് വാദിക്കുന്നവരാ. അങ്ങനെ അവരെന്ത് പറഞ്ഞു എന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേച്ചുപോയി എന്ന് പറഞ്ഞു. അതിന്റെ കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാ, പേച്ചുപോയി എന്ന് പറഞ്ഞു റാഫിളത്ത്. എന്താ കാരണം പറഞ്ഞത്? റസൂലുള്ള ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞു. എന്താ ചെയ്തത്? അത് പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടന്റെ ഉള്ളിലാക്കിയിട്ട് എഴുതി വെച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടന്റെ ഉള്ളിലായിട്ട് ഒന്നായിട്ട് എഴുതിയിട്ട് അങ്ങനെ ഒരു മുസ്ഹഫ് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി എന്ന് പറഞ്ഞു. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഒരു ദിക്ർ ഹൽക്ക നടത്തുമ്പോ അത് നടത്തുന്നവര് പേച്ചുപോയി, ഒരു നബിദിനം കഴിക്കുമ്പോ അത് നബിദിനം കഴിക്കുന്നവര് പേച്ചുപോയി. ഒക്കെ എന്താ റസൂൽ ഇങ്ങനെ നടത്തിയില്ല, പറയും എന്ത് നടത്തിയിട്ടില്ല എന്തും തിരിഞ്ഞിട്ട് പറയാ. ഈ റാഫിളത്തിന് പിന്തുടരുന്നവരാണ് അവർ. ആ റാഫിളത്ത് തന്നെയാണ് മാസം കണ്ടാല് നോമ്പെടുക്കാൻ പറ്റൂല, പെരുന്നാളാക്കാൻ പറ്റൂല, കണക്കൂട്ടി നോക്കണമെന്ന് പറഞ്ഞത്. ആ റാഫിളത്ത് തന്നെയാണ് അള്ളാഹുവിന് കയ്യും കാലും ഉണ്ട് എന്ന് പറഞ്ഞത്. ആ റാഫിളത്ത് തന്നെയാണ് 3 സഹാബികളെയും ലഅനത്ത് ചെയ്തത്. അവര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ലഅനത്ത് ചെയ്യുന്ന കക്ഷികളാണ്. ഇതേ റാഫിളത്ത് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെയും വല്ലാതെ കുറ്റം പറഞ്ഞു. അവര് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം ഇസ്ലാമിൽ ഇല്ലാത്ത പുതിയൊരു സംഗതി ഉണ്ടാക്കി എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു? തറാവീഹ് 20 റക്അത്ത് ഒന്നിച്ച് ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കരിക്കുന്ന പരിപാടി തുടങ്ങി ഉമർ ഇബ്നുൽ ഖത്താബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം മാത്രമേ അങ്ങനെ നിസ്കരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ ദിവസവും പാസ്സാക്കിയത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. അതുകൊണ്ട് അദ്ദേഹം പിഴച്ചുപോയി എന്ന് പറഞ്ഞു റാഫിളത്ത്. ഇങ്ങനെയുള്ള ആ പുത്തൻവാദികളെ കോപ്പി അടിച്ച കക്ഷികളാണ് ഇപ്പൊ ദിക്ർ ഹൽക്കനെ എതിർക്കുന്നവര്, മൗലിദിനെ എതിർക്കുന്നവര്, റാത്തിബിനെ എതിർക്കുന്നവര്, അതുപോലെ തന്നെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോണമെന്ന് പറയുന്നവര്, അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറയുന്ന മുജാഹിദ്. അതൊക്കെ ഈ പുത്തൻവാദികളുടെ പിൻഗാമികളാണ്. ഈ പുത്തൻവാദികൾ പഴയ കാലത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കഴിവിന്റെ പരമാവധി ആക്രമിക്കുകയും കഴിവിന്റെ പരമാവധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ഭരണാധികാരികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തുകാർക്കെതിരെ നീങ്ങുകയും ചെയ്തവരാണ്.